ഈ ഒരു ഡേറ്റ് ആണെന്ന് തന്നെ കുറച്ചുപേർക്ക് മനസ്സിലായി ഇത് എവിടെയാണ്. എനിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്പലം വരെ പോയിട്ട് വന്നു. അവിടുത്തെ ഉച്ചക്കത്തെ ഭക്ഷണം അടിപൊളിയാണ്. അതുകൊണ്ടൊന്നല്ല ഞാൻ പോണേ. രാവിലെ ഇറങ്ങും തന്നെ അമ്മ വന്ന് ചോദിക്കാ എന്താ മോനെ കണ്ണിന് സൂല്ലേന്ന്. ഇത് ഞാൻ ലുക്കിന് വേണ്ടി വെക്കണല്ല കണ്ണട. ഐ ആം പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ ഇന്റെ കണ്ണിൽ വെയിലടിക്കാതിരിക്കാം. ഇന്ന് വർക്കിംഗ് ആയതുകൊണ്ട് അങ്ങനെ ആളുകളൊന്നും ഉണ്ടാവില്ല. എന്നെയും കൂട്ടി വന്നു. അവിടുത്തെ കാഴ്ച കണ്ടപ്പോ അമ്മേനെ സ്തംഭിച്ചു പോയി. ഞാൻ ഇവിടെ കുറെ തവണ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരക്കഥ ആദ്യമായിട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല നമ്മൾ കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത്. അതുകൊണ്ട് പോയി ക്യൂ ഒന്നും അല്ലാണ്ട് എന്ത് ചെയ്യാൻ. താഴെ കുറെ നേരം ക്യൂ വന്നിട്ട് മേലെ കയറിപ്പോ അവിടെ വേറെ എന്താ ഇത്. പിന്നല്ലേ കാര്യം മനസ്സിലായി. കൊട്ടൂർ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയോണ്ട് ഈ തിരക്ക്. ഞാൻ എന്തൊക്കെ കാര്യം ഇങ്ങനെ കണ്ടുപിടിക്കണേ. കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഞാൻ വന്നിട്ടുള്ളത് എവിടെയാ പറയാൻ പറഞ്ഞു. ഇത് കണ്ണൂർ ഇരിക്കൂറുള്ള മാമാനത്തമ്മരാണ്. അല്ലെങ്കിൽ തന്നെ ഷേപ്പൊക്കെ പോയിട്ടുള്ളൂ. ഇനി ചെക്കൻ്റെ ഇടിയും കൂടി വാങ്ങാനുള്ള ശേഷിയില്ല എനിക്ക്. ഞാൻ പോയിട്ടൊന്നും കഴിക്കേണ്ട പരിപാടി നോക്കട്ടെ. അടുത്ത കൗണ്ടർ പോയി ടോക്കൺ എടുത്ത് മാമന്റെ കൈ കൊടുക്കണം. അപ്പൊ ഈ മാമൻ താഴോട്ട് പോയിക്കോന്ന് പറയും. ഇവിടെ ചോറും കറിയൊക്കെ അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും തരും. ചോറ് കിട്ടി ആക്രമണം കാണിക്കരുത്. കൈവള്ളി പണ്ടാരടങ്ങി 3 കറി ഉള്ളെങ്കിൽ ഇതിന്റെ ഒരു ടേസ്റ്റ് അത് ചിലപ്പോൾ വേറെ ഹോട്ടലിൽ പോയാലും കിട്ടൂല. ലാസ്റ്റ് ഈ പായസം കൂടി കുടിച്ചപ്പോ സമ്പൂർണ്ണമായി. ഇങ്ങനെ ഒരു കളിപ്പാട്ടക്കട നോക്കാതെ മനസ്സനുവദിക്കൂല. അമ്മക്ക് അവിടെ നിന്ന് കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മക്ക് കമ്മൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് അമ്മ അതിനകത്ത് പൈസ കൊടുത്ത് മേടിച്ചു. ഐസ്ക്രീം കഴിച്ച് വീട്ടിൽ പോകാൻ നോക്കുമ്പോഴേ ബാങ്കിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിക്കണേ. ബാങ്കിൽ നിന്ന് കൊറിയർ ഇനി വല്ല ജപ്തി നോട്ടീസ് ആയിട്ടാണോ? എന്റെ അടുത്ത് നിന്ന് എന്ത് ജപ്തി ചെയ്യാനാ ഈ ഷർട്ടോ? വീട്ടിൽ പോയി പൊട്ടിച്ച് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായേ. ബാങ്ക് എനിക്കൊരു ബാഗ് എന്നതാണ് എന്റെ പൈസ കിട്ടുവെക്കാൻ വേണ്ടിട്ട്. എന്തായാലും ഫ്രീ ആയി കിട്ടിയതല്ലേ. HDFC ബാങ്കിന് എന്റെ നന്ദി.